റഹീസ് റഷ്യ ചേരുന്നുണ്ട് NSS HSS ശാസ്തമംഗലത്ത് നിന്ന്. റഹീസ്, അവിടുത്തെ മോക്ക് പോളിംഗ് ആരംഭിച്ചോ? നടപടികൾ ഏത് രീതിയിലാണ്? എവിടം വരെ എത്തി? ശാസ്തമംഗലം നിർണായകമാണല്ലോ. മോക്ക് പോളിംഗ് കഴിഞ്ഞു. ഇവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. മോക്ക് പോളിംഗ് കഴിഞ്ഞ് അതിനുശേഷം അതിൻ്റെ റിസൾട്ട് നോക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അതിൻ്റെ അവസാനവട്ട പ്രവർത്തനത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം ഇവിടെയുള്ള ഓരോ സ്ഥാനാർത്ഥി, ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഇവിടെ അതിൻ്റെ ഒരു പ്രോസസ്സിലാണുള്ളത്. കൃത്യമായി ഇതുവരെ മോക്ക് പോളിംഗ് നടത്തിയിട്ട് വോട്ടിംഗ് മെഷീനോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. മോക്ക് പോളിംഗ് നടത്തിയതിൻ്റെ ഇത് അവിടെ ഡോക്യുമെൻ്റായി സൂക്ഷിക്കുകയാണ്. ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളുമുണ്ട്. ശാസ്തമംഗലം ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ്. ഇവിടെ അമൃത ആണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. ഒപ്പം R ശ്രീലേഖ UDFിന് വേണ്ടി BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. സർല റാണിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ഒപ്പം രശ്മി TS എന്ന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി കൂടി ഇവിടെ മത്സരിക്കുന്നുണ്ട്. ആ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ട് താനും. മോക്ക് പോളിംഗ് ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെയാണ്? സാറേ, എല്ലാം എങ്ങനെയുണ്ട്? എല്ലാം കൃത്യമായി തന്നെ പ്രവർത്തിച്ചു. മോക്ക് പോൾ ചെയ്തു. വോട്ടെല്ലാം ടാലി ആയിട്ടുണ്ട്. കൈപ്പത്തിക്ക് ചെത്തിയാൽ കൈപ്പത്തിക്ക് തന്നെ വന്നിട്ടുണ്ട്. കൃത്യമായി അത് ചിഹ്നങ്ങൾക്ക് നേരെ, കാൻഡിഡേറ്റ് നേരെയാണ് വോട്ട് വരുന്നത്. ഇനി ഇത് നമ്മളിത് മോക്ക് പോൾ ചെയ്തതിൻ്റെ മോക്ക് പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഡിലീറ്റ് ചെയ്ത് വോട്ട് റേസ് ചെയ്തു. അതിനുശേഷം മെഷീൻ സീൽ ചെയ്യുകയാണ്. ഇനി നമുക്ക് 7 മണിക്ക് യഥാർത്ഥ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ചെയ്ത വോട്ട് തന്നെയാണുള്ളത് നമുക്ക് ഉറപ്പിച്ചിട്ടുണ്ടല്ലേ? ഉറപ്പിച്ചിട്ടുണ്ട്. കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാം സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരെല്ലാം ഉറപ്പിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉണ്ട്. അപ്പം മോക്ക് പോളിംഗ് കഴിഞ്ഞു, ആ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി വോട്ടർമാരെത്തി വോട്ട് തുടങ്ങിയാൽ മതി. അതിനുള്ള ഉദ്യോഗസ്ഥരുടെ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഉള്ളത്.